ഹാർട്ട് അറ്റാക്കും ഹാർട്ടിന്റെ പമ്പിംഗ് ഒക്കെ കുറഞ്ഞ് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോയ ഒരു രോഗി ആശുപത്രിയിൽ വന്ന് കൃത്യമായ ചികിത്സയൊക്കെ എടുത്ത് വളരെ നല്ല റിക്കവറി ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. 3 മാസത്തിന് ശേഷം ഇതേ രോഗി കാഷ്വാലിറ്റിയിൽ വീണ്ടും തിരിച്ചെത്താണ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് മരിച്ചു പോവാണ്. ചോദിച്ചപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ പുള്ളിയുടെ മരുന്ന് ലിസ്റ്റിൽ ബിപിയുടേത് എന്ന് പറയുന്ന 3-4 മരുന്നുകൾ പുള്ളി ഒറ്റയടിക്ക് കുറെ ആഴ്ചകളായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഹാർട്ടിന്റെ പമ്പിംഗ് കൂട്ടാനുള്ള മരുന്നുകൾ പലപ്പോഴും നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ അവർ പറയാം ബിപിയുടെ മരുന്ന് എന്നാ പറയാം. അതിന്റെ ഒരു പ്രധാന കാരണം ഈ മരുന്നുകൾ തന്നെ ബിപി കുറക്കാനുള്ള മരുന്നുകളായിട്ടും മറ്റു പലർക്കും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഹാർട്ടിന്റെ പമ്പിംഗ് കുറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിന്റെ പമ്പിംഗ് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ മരുന്നുകൾ കൂടിയേ മതിയാവുള്ളൂ. പമ്പിംഗ് കുറഞ്ഞ ഹാർട്ട് ഫെയിൽ ആയിട്ടുള്ള ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ നീന്താൻ അറിയാത്തൊരു വ്യക്തി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പോലെയാണ്. ആ വ്യക്തി ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈയും കാലും ഒക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കറിയാം ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുകയാണെങ്കിൽ നീന്തൽ അറിയാത്തൊരു വ്യക്തി പെട്ടെന്ന് തളർന്നു പോകും, വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോകും. ഹാർട്ട് ഫെയിലിയറിനായിട്ട് ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കൈയും കാലും ഇട്ടടിക്കുന്ന പോലെ എന്ന് വെച്ചാൽ ഹാർട്ട് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നത് തടയാണ്. അത് കാരണം ഹൃദയത്തിന് റിക്കവറിക്കുള്ള ഒരു സമയം കിട്ടുകയാണ്. വെള്ളത്തിൽ മുങ്ങുന്ന ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ഒരു സമയം കിട്ടുകയാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ മരുന്നുകൾ ചെയ്യുക. ഒന്നാമത്തത് അഡ്രിനാലിനും സ്ട്രെസ് ഹോർമോണും ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിലേക്ക് എത്തിച്ച് ഹൃദയത്തിനൊരു അപകടം ഒഴിവാക്കുന്നു. രണ്ടാമത്തത് ഹൃദയത്തിന്റെ വർക്ക് ലോഡ് കുറച്ചു കൊടുക്കും. മൂന്നാമത്തത് ഹൃദയത്തിന്റെ മാംസപേശികൾ തോന്നിയ രീതിയിൽ സ്ട്രെച്ച് ആവുന്നതും റീമോഡൽ ചെയ്യുന്നതും ഷേപ്പ് മാറുന്നതൊക്കെ തടയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ തുടക്കത്തിൽ ക്ഷീണം അനുഭവപ്പെടാം, ബിപി കുറയാം. പക്ഷേ ഏകദേശം ഒരു 2 മുതൽ 3 മാസങ്ങൾ കൊണ്ട് ശരീരം ഈ മരുന്നായിട്ട് നന്നായിട്ട് അഡ്ജസ്റ്റഡ് ആവും. പിന്നീട് രോഗിക്ക് നല്ല മെച്ചങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങും. പല ആളുകൾക്ക് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്ക് പമ്പിംഗ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലുള്ള ഹാർട്ട് ഫെയിലിയർ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. കാരണം ഇത് ജീവൻ രക്ഷിക്കുന്ന മരുന്നുകളാണ്. രണ്ടാമത്തത് ക്ഷീണമോ ബിപി കുറയലോ ഉണ്ടെങ്കിലും 1-2 മാസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ശരീരത്തിന് ഈ മരുന്നുകൾ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സാവകാശം കൊടുക്കുക. മൂന്നാമത്തത് പമ്പിംഗ് നന്നായിട്ട് കുറഞ്ഞ വ്യക്തികൾ ശരീരത്തിന് മൊത്തത്തിലൊരു റെസ്റ്റ് കൊടുക്കുക, ആയാസപ്പെട്ട ജോലികൾ കൂടുതലായിട്ട് ചെയ്യാതിരിക്കുക.